Well, something is written, something very green here, all I can see. Well, what is if? ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ആണ് എനിക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോൾ കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. സസ്റ്റൈനബിലിറ്റിയെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാട്ട് അബൌട്ട് ഗ്രീൻ? നമ്മൾ എപ്പോഴും ആ ഒരു പോസിറ്റീവ് ഫീല് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് എപ്പോഴും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിലാണ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഇൻഡോർ പ്ലാന്റ്സ്, ഇറ്റ്സ് മോർ. ലെറ്റ്സ് എക്സ്പ്ലോർ. ഹായ്, ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോം ഡെക്കോർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റോസ് ഒക്കെയാണ്. അപ്പൊ അതിന് പകരമായിട്ട് ആ ഒരു സ്പേസിലേക്ക് ലൈവ് പ്ലാന്റ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അവർ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. സെയിം മെയിൻ്റെനൻസിൽ തന്നെ നമ്മൾ ലൈവ് പ്ലാന്റ്സിനെ കൊണ്ടുവരുന്നു. സെൽഫ് വാട്ടറിംഗ് പോട്ട്സ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രേയിൽ വൺസ് ഇൻ എ മന്ത് നമ്മൾ ഈ ഒരു ട്രേ ഫിൽ ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ അതിന്റെ ന്യൂട്രീഷൻസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു മെയിൻ്റെനൻസും നമുക്ക് വരുന്നില്ല. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൽ വരുന്ന വേറൊരു മെയിൻ്റെനൻസ് ആണ് ഇത് റീപോർട്ട് ചെയ്യാന്നുള്ളത്. ഇതിൽ നമ്മൾ ക്ലേ ബോൾ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഡീമെറിറ്റ്സ് ആണ് അത് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ക്ലേ ബോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതിന് ഡെയിലി വാട്ടറിംഗ് അല്ല വേണ്ടത്, ഡെയിലി ഹൈഡ്രേഷനാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ക്ലേ ബോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് പൊതുവേ കണ്ടുവരുന്ന രോഗങ്ങളെല്ലാം തന്നെ കുറവായിരിക്കും. അത് കൂടുതലായിട്ടും മണ്ണ് ഉപയോഗിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. ക്ലേ ബോൾ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. പിന്നെ നമുക്ക് ആകെ ചെയ്യേണ്ടത് നമ്മളെ ഹോം ഡെക്കോർ ഒക്കെ ഇടയ്ക്ക് പൊടി തട്ടി വെക്കുന്ന ആ ഒരു മെയിൻ്റെനൻസ് മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ് കേട്ടോ. അതായത് സൈഡിൽ നമുക്ക് ചെറിയൊരു മെമെന്റോ കൊടുക്കുന്നത് പോലെ ഫോർ എവർ ഒരു എവർഗ്രീൻ ആയിട്ട് കൂടെ നിൽക്കുന്ന രീതിയിൽ ഒരു മെമെന്റോ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മളൊരു ചൈൽഡിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ അന്നത്തെ ദിവസത്തെ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടെയാണ്. അവർക്ക് ഗാർഡനിങ്ങിനുള്ള ഒരു താല്പര്യം വരും. അവർക്ക് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ക്ലേ ബോൾ ആണ് യൂസ് ചെയ്യുന്നത്, വേറെ മെയിൻ്റെനൻസ് ഇല്ല, ഡെയിലി വെള്ളം നനച്ചു കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗാർഡനിങ്ങിലേക്ക് അവർക്ക് ഒരു മൂഡ് വരും. നമ്മൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തെന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റിൻ്റെ അറിഞ്ഞത്. അങ്ങനെ അത് ബുക്ക് ചെയ്തു. ഇപ്പോൾ ഓൾ ഇന്ത്യക്ക് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി ഫ്രാഞ്ചൈസി സെക്ഷൻ ഇവിടെയാണ്. ഇവിടുന്ന് ഇഫിൻ്റെ എക്സ്പോക്ക് വന്ന് ഫ്രാഞ്ചൈസി പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഫ്രാഞ്ചൈസി നമ്മൾ എമൗണ്ട് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ബ്രോഷറിന് അവർ സ്കാൻ ചെയ്യുക, വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഫ്രാഞ്ചൈസി ആണ്. എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും. ഇതാണ് വരുന്ന നമ്മൾ വരുന്ന പ്രൊഡക്റ്റ് ലോഞ്ചിങ് പ്രൊഡക്റ്റുകൾ. പ്രൈസ് വരുന്നത് വളരെ ചെറിയ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റിന്റെ പ്രൈസാണ് വരുന്നത്. 399, 599, 799 റേറ്റ് വരുന്നുള്ളൂ. റിയലി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് ഇവിടെ ഉള്ളത്. HIF, Hindustan International Furniture Fair.